ഇന്നേ നല്ലൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാൻ പോവുക. വെള്ളരിക്കയും പിന്നെ ഉപ്പുമാങ്ങ. ഇത് ഞാൻ എടുത്തു വെച്ചതാട്ടോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി. ഉപ്പുമാങ്ങ ഇതിൻ്റെ മുഴുവൻ എടുക്കില്ല കേട്ടോ, ഒരു മുക്കാൽ ഭാഗത്തോളം എടുക്കുകയുള്ളൂ. കാരണം ഒരു കഷ്ണം വെള്ളരിക്കേ ഉള്ളൂ. നല്ലതാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. സാധാരണ ഒഴിച്ചുകറി നമ്മൾ പച്ചമാങ്ങയ്ക്ക് പകരം ഈ ഉപ്പുമാങ്ങ ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ ചട്ടിയിൽ എണ്ണ ചൂടാക്കി വെളിച്ചെണ്ണ ആട്ടോ ഒഴിച്ചത്, കടുക് വറുത്തു, പിന്നെ ഒരു ചെറിയ സവാളയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും ചെയ്യാട്ടോ, ഞാൻ സവാള ചേർത്തേ ഉള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ചേർത്ത് നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഒരു കഷ്ണം വെള്ളരിക്ക ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ചേർക്കുകയാണ്. ഇനി മാങ്ങ, അതായത് ഉപ്പ് മാങ്ങ ഞാനൊരു മുക്കാൽ ഭാഗമായിട്ട് എടുത്തത്, അതും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ച് മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് വേവിക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുക എന്ന് പറയുമ്പോൾ ഏകദേശം കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങുന്ന രീതിയിൽ കേട്ടോ, ആ ലെവലിൽ മതിയാവും. ഒരു എന്താ പറയുക, ഒരു 5-8 മിനിറ്റ് വേണ്ടി ഒരു നന്നായിട്ട് വേവിക്കണം. അപ്പോൾ വെള്ളരിക്കൊക്കെ വെന്ത് വരണ്ടേ. ഇനി ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. കുറച്ച് നാളികേരത്തിൻ്റെ കൂടെ കുറച്ച് ജീരകം കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കുക. എന്താ പറയുക, അരപ്പിന് കുറച്ച് നാളികേരം കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നന്നായിട്ട് കഷ്ണമൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് അരപ്പ് ചേർക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചാൽ മിക്സിയുടെ ജാറിൽ ഒഴിച്ച് കഴുകി, വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി തിളപ്പിക്കാം. അതായത് ഒരു 1-2 മിനിറ്റ് നേരം ഒന്നും കൂടി തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ കടുക് വറുത്ത കാരണം ഞാൻ പിന്നെ കടുക് വറുക്കണില്ല. അപ്പോൾ അവസാനമാണ് കടുക് വറുക്കണമെങ്കിൽ 2 ചുവന്നുള്ളിയും കൂടി മൂപ്പിച്ച് ചേർക്കാം കേട്ടോ. അങ്ങനെ നല്ല ഉപ്പും മാങ്ങയും വെള്ളരിക്കയും കൂടി ചേർത്തിട്ടുള്ള കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി നാളെ കാണാം കേട്ടോ.